ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച പ്രതിരോധ നിരക്കാരുടെ പട്ടികയിലാണ് യു ഷറഫലിയുടെ സ്ഥാനം. കേരളത്തിന് സന്തോഷ് ട്രോഫിയും കേരള പോലീസിന് ഫെഡറേഷൻ കപ്പും സമ്മാനിച്ച സുവർണ തലമുറയിലെ വിശ്വസ്തനായ ഡിഫൻഡർ. പോലീസിലെ ദീർഘകാല സേവനത്തിനു ശേഷം കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് തലപ്പത്തേക്ക് ഷറഫലി എത്തിയപ്പോൾ കായികലോകം വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ കളിക്കളത്തിൽ പ്രതിരോധത്തിന്റെ ഉരുക്കുമതിൽ തീർത്ത ഈ മുൻതാരം അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട കോടികളുടെ സാമ്പത്തിക അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട് അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. മെസ്സി അടങ്ങുന്ന അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കാമെന്ന വാഗ്ദാനത്തിൽ താൻ സാക്ഷിയായി മാത്രമാണ് ഒപ്പിട്ടത് എന്നാണ് മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയായ ഷറഫലിയുടെ പുതിയ വിശദീകരണം. ഈ കരാറുമായി സ്പോർട്സ് കൗൺസിലിന് യാതൊരു ബന്ധവുമില്ല എന്നും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള സാക്ഷിയായാണ് ഡിജിറ്റലായി താൻ ഒപ്പിട്ടത് എന്നുമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്നാൽ ഈ വിശദീകരണം കായിക പ്രേമികൾക്കിടയിലും ഭരണകേന്ദ്രങ്ങളിലും വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ എന്ന ഭരണഘടനാപരമായ പദവിയിലിരിക്കെ ഒരു സ്വകാര്യ ചാനൽ കമ്പനിയും വിദേശ ഏജൻസിയും തമ്മിലുള്ള വൻകിട സാമ്പത്തിക ഇടപാടിൽ ഒരു വ്യക്തി മാത്രമായി മാറി നിന്ന് സാക്ഷിയൊപ്പിടാൻ ഷറഫലിക്ക് എങ്ങനെ സാധിക്കും? സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷന്റെ പദവിയും ഔദ്യോഗിക പദവിയും ദുരുപയോഗം ചെയ്തതിന് തുല്യമല്ലേ ഇതെന്ന് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. കരാർ പൂർണ്ണമായും സുതാര്യമാണെന്നും RBIയുടെ അനുമതിയോടെയാണ് നടപടികൾ നടന്നതെന്നും സർക്കാരിന് അണാപ്പയുടെ നഷ്ടം സംഭവിച്ചിട്ടില്ലെന്നും ഷറഫലി വാദിക്കുന്നു. എന്നാൽ സ്പോൺസർമാർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട രേഖകൾ കാണിച്ച് കരാറില്ലെന്ന് ആർക്കും പറയാനാകില്ലെന്നും ഇത് ഏതെങ്കിലും സാധനം ടെൻഡർ വിളിച്ചു വാങ്ങുന്ന പോലെയല്ല എന്നുമുള്ള അദ്ദേഹത്തിന്റെ വാദങ്ങൾ സ്വന്തം വീഴ്ച മറയ്ക്കാനുള്ള ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. വിഷയത്തിൽ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്ത് സമർപ്പിച്ച വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുന്ന റിപ്പോർട്ടിനെ തള്ളിക്കളയാനും ഷറഫലി ശ്രമിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് ആരെയും തൃപ്തിപ്പെടുത്താത്ത ഒന്നാണെന്നും റിപ്പോർട്ടിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്കിനെതിരെ പരാമർശങ്ങളുണ്ടെന്നും ഇത് ആരെ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയതാണെന്ന് വ്യക്തമാണ് എന്നുമാണ് ഷറഫലി ആരോപിക്കുന്നത്. ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചേരിതിരിവ് ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ നിന്നും തലയൂരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥ പോരിന്റെയും ആരോപണങ്ങളുടെയും പുകമറ സൃഷ്ടിച്ച ഷറഫലിക്ക് ഒഴിഞ്ഞു മാറാനാകില്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. റിപ്പോർട്ടർ MD ആൻഡ്രോ അഗസ്റ്റിൻ വിദേശ അക്കൗണ്ടിലേക്ക് അടച്ചുവെന്ന് അവകാശപ്പെടുന്ന 126 കോടി രൂപ എവിടെ നിന്ന് വന്നു എന്ന നിർണായക ചോദ്യത്തിന് ഉത്തരമേകാൻ സാക്ഷിയായി ഒപ്പിട്ട ഷറഫലിക്കും ബാധ്യതയുണ്ട്. കളിക്കളത്തിൽ ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് പന്ത് തട്ടിയകറ്റിയ ഷറഫലിക്ക് പക്ഷേ അർജന്റീന കരാറിന്റെ കാര്യത്തിൽ വലിയ പിഴവ് പറ്റിയിരിക്കുന്നു. ഒരു വൻകിട സ്വകാര്യ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടിൽ സാക്ഷിയാകുമ്പോൾ അതിന്റെ നിയമപരവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ചിന്തിച്ചില്ല എന്നത് ദുരൂഹമാണ്. GST, ഇന്റലിജൻസും വിജിലൻസും ഉൾപ്പെടെയുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ കേസിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ കേവലം ഒരു സാക്ഷി എന്ന സ്ഥാനത്ത് നിന്നും ഷറഫലിക്ക് സ്വയം ഒഴിവാകാനാകില്ല. അനധികൃത സാമ്പത്തിക ഇടപാടുകൾക്കും വ്യാജ അവകാശവാദങ്ങൾക്കും കൂട്ടുനിന്നു എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്ന പക്ഷം കേസിൽ യു ഷറഫലിയും പ്രതി ചേർക്കപ്പെടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല.